പണ്ടത്തെ യുവതലമുറയുടെ ഹീറോ ആയിരുന്ന എല്ലാവരും വാഴ്ത്തിപ്പാടിയ മോഹൻ ശർമ്മയുടെ വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാകുമ്പോൾ കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും രൂക്ഷ വിമർശനവും വരുന്നത് ഒരാളുടെ പേരിലാണ്. അത് ലക്ഷ്മി എന്ന മലയാളികൾക്കും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും സുപരിചിതയായ നടിയെക്കുറിച്ചാണ്. മോഹൻ ശർമ്മയുമായി 5 വർഷത്തെ ദാമ്പത്യം ഉപേക്ഷിച്ച് മോഹൻ ശർമ്മയെ തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആ നടിയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല സംഭവം എന്നതാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. ഒരിക്കലും ലക്ഷ്മി അങ്ങനെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി പരമാവധി ശ്രമിച്ചു. എന്നാൽ ലക്ഷ്മിയെ ചതിക്കുകയായിരുന്നു മോഹൻ ശർമ്മ ചെയ്തത്. ഒരിക്കലും ലക്ഷ്മിക്ക് ആ ചതി മറക്കാനുമാകില്ല. തന്റെ അമ്മയും മകളെയും തന്നെയും നോക്കുമെന്നും തന്നോടൊപ്പം നിൽക്കുമെന്നും എന്തൊരാവശ്യത്തിനും സഹായത്തിനും തന്റെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും വാക്കു നൽകിയ അദ്ദേഹം കൂടെ നിന്ന് ചതിക്കുകയായിരുന്നുവെന്നും പിന്നീട് അവിടുന്ന് തന്റെ മകളെയും അമ്മയും ഒറ്റയ്ക്ക് താൻ തോളിലേറ്റി വളർത്തുകയായിരുന്നുവെന്നും അതിലൊന്നും തന്നെ തനിക്ക് ആരുടെയും സഹായം വാങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുമാണ് നടി ലക്ഷ്മി വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ 74 വയസ്സാണ് ലക്ഷ്മിക്ക്. എന്നാൽ 24-കാരിയുടെ ചുറുചുറുക്കാണ് എന്ന് നമുക്ക് പറയാം. 3 വിവാഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. നടി ഐശ്വര്യയ്ക്ക് പുറമെ ദത്തുപുത്രിയും ലക്ഷ്മിക്ക് സ്വന്തമായി തന്നെ ഉണ്ട്. വിവാദങ്ങളും വെല്ലുവിളികളും മുന്നേറി സമൂഹത്തിന്റെ ഏറ്റവും വലിയ പീക്കിലെത്തി നിൽക്കുകയാണ് ലക്ഷ്മി. അട്ടിമറിച്ച് വിരുദ്ധ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സപ്തതി പിന്നിട്ട് നായികമാർ പോലും അമ്മ വേഷത്തിൽ അഭിനയിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ മുടിയിൽ നരയിട്ട അമ്മ വേഷങ്ങൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ് ലക്ഷ്മി. എന്ത് തരം കഥാപാത്രവും തനിക്ക് ചേരുമെന്നും താൻ ചെയ്യുമെന്നും എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരാളാണ് ലക്ഷ്മി. ഇന്ന വേഷം മാത്രമേ താൻ ചെയ്യൂ എന്ന് ഒരിക്കൽ പോലും ലക്ഷ്മി എവിടെയും വാശി പിടിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. വിവാദമായ വിവാഹങ്ങളായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പൊതുസമൂഹത്തിന് അജ്ഞാതമായ കാരണങ്ങൾ 3 തവണ വിവാഹം കഴിക്കേണ്ടി വന്നയാൾ കൂടിയാണ് ലക്ഷ്മി. പലപ്പോഴും ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ ഭർത്താവ് ഭാസ്കറിൽ ജനിച്ച കുട്ടിയാണ് പിന്നീട് നടി എന്ന നിലയിൽ പ്രശസ്തമായ ഐശ്വര്യ. ദട്ടക്കാരി ഉൾപ്പെടെ നിരവധി സിനിമകളിൽ നായികയായി ഒപ്പം അഭിനയിച്ച മോഹൻ ശർമ്മയാണ് ലക്ഷ്മി 2ാമത് വിവാഹം കഴിച്ചത്. 5 വർഷത്തിനുള്ളിൽ ആ ബന്ധവും പിരിഞ്ഞു. 7 വർഷങ്ങൾക്ക് ശേഷം അവർ ശിവചന്ദ്രൻ എന്നയാളെ വിവാഹം കഴിച്ചു. ഇതെല്ലാം അക്കാലത്ത് മാധ്യമങ്ങൾ കൊണ്ടാടിയ വാർത്തകളായിരുന്നു. ഏതോ മഹാപരാധം ചെയ്തതുപോലെ പലരും കുറ്റപ്പെടുത്തി. എന്നാൽ മാറിയ കാലത്ത് ഇതൊക്കെ ചെറിയ സംഭവങ്ങളായി മാറുകയായിരുന്നു. അതേക്കുറിച്ചൊരു അഭിമുഖത്തിൽ ലക്ഷ്മി കുറേയധികം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് സത്യം. മദ്രാസിൽ പഴക്കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ ദുഃഖിതയായിരിക്കുന്നത് കണ്ട് ഞാൻ കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞു, എൻ്റെ മാപ്പിള എന്നെ വിട്ടുപോയി അമ്മ എന്ന്. അവരെൻ്റെ അനുജത്തിയുടെ കൂടെ പോട്ടെ എന്ന്. ഞാൻ എൻ്റെ കുട്ടികളെ നോക്കി ജീവിക്കും. അതല്ലേ പറ്റിയ ഒരാളെ ഒത്തുകിട്ടാൻ വേറെ കല്യാണം കഴിക്കും. 6 മാസം ശേഷം കണ്ടപ്പോൾ അവരുടെ നെറ്റിയിൽ സിന്ദൂരമുണ്ട്, തലയിൽ നിറയെ മുല്ലപ്പൂവും. ഞാൻ ചോദിക്കാതെ തന്നെ അവർ പറഞ്ഞു, ഞാൻ വേറെ കല്യാണം കഴിച്ചമ്മ എന്ന്. എൻ്റെ അയൽപക്കത്തുള്ള ഒരാൾ അയാളുടെ ഭാര്യ വേറെ ആർക്കും ഒപ്പം പോയി. അയാളാകെ വിഷമിച്ചിരിക്കുന്ന കണ്ട് ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നി. ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. എത്ര ലാഘവത്തോടെയാണ് അവർ ഈ മാറ്റത്തെക്കുറിച്ച് പറയുന്നത്. പണ്ട് നമുക്കിതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇങ്ങനെയാണ് ഒരിക്കൽ ലക്ഷ്മി ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.